സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഫ്രാൻസിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂർദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരിക്കുക. വിശുദ്ധ ബെർണദീത്ത പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നമുക്ക് ഈ പുണ്യസ്ഥലങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര നടത്താം. മഞ്ഞുകാലമായതിനാൽ ഇല കൊഴിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കഠിനമായ തണുപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ലൂർദിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവർ വളരെ കുറവാണ്. അതിനാൽ തന്നെ ഇന്ന് വളരെ കുറച്ചു പേരെ മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് വിശുദ്ധ ബെർണദീത്ത പുണ്യവതിയുടെ ജീവചരിത്രം കേട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയും അതുപോലെ പരിശുദ്ധമായ ദേവാലയവും പ്രാർത്ഥനാപൂർവം കണ്ട് അനുഗ്രഹം പ്രാപിക്കാം. 1856 ഫെബ്രുവരി 11 ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടുംബത്തിലാണ് വിശുദ്ധ ബെർണദീത്ത ജനിക്കുക. ഒരു ദിവസം ബെർണദീത്തയും അനുജത്തി ടാനറ്റും ഒരു കൂട്ടുകാരിയും കൂടെ വിറക് ശേഖരിക്കാനായിട്ട് മസബിയോൺ വനത്തിലേക്ക് പോയതാണ്. പോകുന്ന വഴിക്ക് ഒരു നദി കുറുകെ കടക്കാനായിട്ടുണ്ട്. എന്നാൽ ശ്വാസകോശ രോഗമുണ്ടായിരുന്ന ബെർണദീത്തയ്ക്ക് അതിന് സാധിക്കാത്തതുകൊണ്ട് അവൾ പറഞ്ഞു, ഞാനിവിടെ നിന്നുകൊള്ളാം, നിങ്ങൾ പോയിട്ട് വിറക് ശേഖരിച്ചു വരിക. അങ്ങനെ ആ നദീതീരത്ത് നിൽക്കുമ്പോഴാണ് ഗ്രോട്ടോയിലെ ആ കാഴ്ച അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളവസ്ത്രവും നീല അരപ്പട്ടയും അണിഞ്ഞ് ശിരസിന് ചുറ്റും പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവതി അവിടെ നിൽക്കുന്നു. കൈകളിൽ ഒരു ജപമാല ഏന്തിയിരുന്ന ആ സ്ത്രീ ബെർണദീത്തയോട് പറഞ്ഞു, നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. തുടർന്ന് അവർ ഒരുമിച്ച് ജപമാല ചൊല്ലുവാൻ തുടങ്ങി. എന്നാൽ ആ സ്ത്രീ പ്രാർത്ഥനയിലെ ത്രിത്വസ്തുതി മാത്രമേ ചൊല്ലുന്നുണ്ടായിരുന്നുള്ളൂ. ജപമാല അവസാനിച്ചപ്പോൾ ഒരു മന്ദഹാസത്തോടെ ഒരൽപ്പം കുനിഞ്ഞ് അവൾ അവിടെ നിന്നും അപ്രത്യക്ഷയായി. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അതേ സ്ഥലത്താണ്, ആ ദേവാലയത്തിന് തൊട്ടരികിൽ. ആദ്യം നമുക്ക് ഈ മനോഹരമായ ദേവാലയം ഒന്ന് ചുറ്റിക്കാണാം. അതിനുശേഷം പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയിൽ പോയി പ്രാർത്ഥിക്കാം. 18 തവണയാണ് പരിശുദ്ധ അമ്മ ഇവിടെ ബെർണദീത്തയ്ക്ക് ദർശനം നൽകിയത്. 2 ആഴ്ചക്കാലം നീ ഇവിടെ വരണം എന്നാവശ്യപ്പെട്ട അമ്മ അവൾക്ക് നൽകിയ വാഗ്ദാനം ഇതായിരുന്നു, ഈ ലോകത്തിൽ നിന്നെ ഭാഗ്യവതിയാക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല, എന്നാൽ വരാനിരിക്കുന്ന ലോകത്തിൽ നീ തീർച്ചയായും ഭാഗ്യവതിയായിരിക്കും. വിശുദ്ധ ബെർണദീത്തയുടെ ചരിത്രവും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ തീർത്ഥാടന ദേവാലയം കണ്ടു തുടങ്ങാം. 3 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയ ബസലിക്കയുടെ ഏറ്റവും താഴത്തെ നിലയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അനുഗ്രഹം പ്രാപിക്കാനായി അനേകം വിശ്വാസികൾ ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്. ഒട്ടേറെ പേർക്ക് അത്ഭുത രോഗശാന്തി ലഭിക്കുന്ന പുണ്യഭൂമി കൂടിയാണിത്. ലൂർദിലെ അത്ഭുത ഉറവയിലെ ജലം കൊണ്ട് കണ്ണുകഴുകിയ വ്യക്തിക്ക് കാഴ്ച ലഭിച്ചതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അത്ഭുതം. പിന്നീട് രോഗശാന്തികളുടെ ഒരു വലിയ പ്രവാഹം തന്നെയായിരുന്നു. ആ ജലം കുടിച്ചും അതിൽ കുളിച്ചും മുടന്തർ നടന്നതിൻ്റെയും അനേകർക്ക് സൗഖ്യം ലഭിച്ചതിൻ്റെയും വലിയൊരു ചരിത്രം തന്നെ ലൂർദിനുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദമായി കാണാം. ഈ ദേവാലയത്തിൻ്റെ ഭിത്തികളിൽ ജപമാല രഹസ്യങ്ങൾ അതിമനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും പ്രകാശത്തിൻ്റെയും രഹസ്യങ്ങൾ ചെറിയ മാർബിൾ കഷ്ണങ്ങൾ ചേർത്ത് വച്ചുള്ള മൊസൈക്ക് രൂപത്തിലാണ് ഇവിടെ കൊത്തിവച്ചിരിക്കുന്നത്. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് ചിത്രീകരിക്കുന്ന ഭാഗം ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ അത്രത്തോളം മനോഹരമായാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. താഴത്തെ ബസലിക്കയിൽ നിന്നും നമ്മളിനി പതുക്കെ മുകളിലേക്ക് കയറുകയാണ്. അത്രയും ഉയരത്തിലൂടെ നടക്കുമ്പോൾ വിശാലമായ ഒരു ഹൈവേയുടെ മേൽപ്പാലത്തിലൂടെ നടക്കുന്ന പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് മുന്നോട്ട് നീങ്ങാം. തീർത്ഥാടകരുടെ തിരക്ക് അല്പം കുറവാണെങ്കിലും താഴത്തെ ബസലിക്കയിൽ ഉൾപ്പെടെ പ്രാർത്ഥനകൾ ഭക്തിസാന്ദ്രമായി നടന്നുകൊണ്ടിരിക്കുന്നു. മുകളിലേക്കുള്ള യാത്രയിൽ
നദിയുടെ അതിമനോഹരമായ ദൃശ്യവും നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ വലിയൊരു മുറ്റത്തോടു കൂടിയ രണ്ടാമത്തെ നിലയിലെ നിത്യാരാധന ചാപ്പലിന് മുന്നിൽ നാം ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഈ ചാപ്പലിന്റെ ഇരുവശങ്ങളിലുമായി വിശുദ്ധ ബെർണദീത്തയുടെ ജീവചരിത്രം വ്യക്തമാക്കുന്ന മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 24 പരിശുദ്ധ അമ്മയുടെ 8ാമത്തെ പ്രത്യക്ഷപ്പെടൽ. അന്ന് അമ്മ ബെർണദീത്തയോട് ആവർത്തിച്ചു പറഞ്ഞു, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം. സ്വന്തം പാപങ്ങൾക്കും മറ്റുള്ളവരുടെ പാപമോചനത്തിനുമായി പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം അനുഷ്ഠിക്കാനാണ് അമ്മ അന്ന് ലോകത്തോട് ആവശ്യപ്പെട്ടത്. നമ്മളിപ്പോൾ നിത്യാരാധന ചാപ്പലിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥന്റെ തിരുമുമ്പിൽ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം തീർത്ഥാടകരെ ഇവിടെ കാണാം. ഇവിടെ നിന്ന് നാം നേരെ പോകുന്നത് 3ാമത്തെ നിലയിലെ വിശാലമായ ബസിലിക്കയിലേക്കാണ്. തീർത്ഥാടകരുടെ തിരക്കേറുന്ന സമയങ്ങളിൽ ഈ വലിയ ബസിലിക്കയിലും ഇതിൻ്റെ ഇരുവശങ്ങളിലുമായുള്ള ചെറിയ ചാപ്പലുകളിലും വിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ട്. ഇപ്പോൾ അവിടെ ചില ഗ്രൂപ്പുകളുടെ കുർബാന നടക്കുന്നതിനാൽ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. വളരെ ശാന്തവും ഭക്തിസാന്ദ്രവുമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ദേവാലയത്തിന് പുറത്തിറങ്ങി താഴേക്ക് നടന്നാൽ ലൂർദിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നാം എത്തിച്ചേരും. മാതാവ് പ്രത്യക്ഷപ്പെട്ട മസബിയേൽ ഗ്രോട്ടോ. ഫെബ്രുവരി 25 നടന്ന 9ാമത്തെ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ബെർണദീത്തയോട് പറഞ്ഞു, നീ ഈ ഉറവയിൽ നിന്ന് കുടിക്കുക. അവിടെ ഉറവയൊന്നും കാണാത്തതിനാൽ ഗേവ് നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ തിരിഞ്ഞ ബെർണദീത്തയോട് മാതാവ് ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിച്ചു. അവിടെ വിരലുകൾ കൊണ്ട് മണ്ണ് മാന്തിയപ്പോഴാണ് അത്ഭുത ഉറവ പുറപ്പെട്ടത്. ആ ഉറവ ഒഴുകുന്നതിൻ്റെ വ്യക്തമായ ശബ്ദം ഇപ്പോഴും ഗ്രോട്ടോയിൽ ചെന്നാൽ നമുക്ക് കേൾക്കാനാവും. ബെർണദീത്ത ആ ഉറവയിൽ നിന്ന് വെള്ളം കുടിച്ചു. 4 ദിവസങ്ങൾക്ക് ശേഷം ആ ജലം കൊണ്ട് കണ്ണു കഴുകിയ ലൂയിസ് ബോറിയേറ്റ് എന്ന കല്ലുവെട്ടുകാരന് അത്ഭുതകരമായി കാഴ്ച ലഭിച്ചു. അങ്ങനെ ലൂർദിലെ അത്ഭുത രോഗശാന്തികൾക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. എപ്പോഴും ജപമാല പ്രാർത്ഥനകൾ മുഴങ്ങി കേൾക്കുന്ന ഈ ഗ്രോട്ടോയിൽ ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. മാർച്ച് 25 മംഗളവാർത്താ തിരുനാളിൻ്റെ അന്ന് മാതാവ് ബെർണദീത്തയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും തൻ്റെ നാമം വെളിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ അമലോത്ഭവയാണ്. അതോടെയാണ് തനിക്ക് ദർശനം നൽകുന്നത് പരിശുദ്ധ കന്യാമറിയമാണെന്ന് ബെർണദീത്തയ്ക്ക് പൂർണ്ണ ബോധ്യമാകുന്നത്. ശ്രദ്ധേയമായ ഒരു ചരിത്ര സത്യം എന്തെന്നാൽ ഈ ദർശനത്തിന് 4 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1854 ഡിസംബർ 8 9ാം പിയൂസ് മാർപ്പാപ്പ മാതാവിനെ അമലോത്ഭവ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ലൂർദിലെ മാതാവിന്റെ ഈ വെളിപ്പെടുത്തൽ പാപ്പായുടെ പ്രഖ്യാപനത്തിനുള്ള സ്വർഗത്തിന്റെ നേരിട്ടുള്ള സ്ഥിരീകരണമായി മാറി. പിന്നീട് ബെർണദീത്ത മഠത്തിൽ ചേരുകയും രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് അനേകർക്ക് സേവനം ചെയ്യുന്ന ഒരു പുണ്യവതിയായ സന്യാസിനിയായി ജീവിക്കുകയും ചെയ്തു. പുഴ കടന്ന് അക്കരയെത്തിയാൽ വലിയ മെഴുകുതിരികൾ തെളിക്കുന്ന സ്ഥലം കാണാം. അപകടങ്ങളില്ലാതെ സുരക്ഷിതമായി തിരിതെളിക്കാൻ വലിയ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ എരിയുന്ന തിരിനാളങ്ങൾ ഓരോന്നും ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ്. പിറ്റേന്ന് അതിരാവിലെ പ്രാർത്ഥിക്കാനായി ഞാൻ വീണ്ടും ഗ്രോട്ടോയ്ക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ മനോഹരമായ ഒരു കാഴ്ച കാണാമായിരുന്നു. ഫ്രഞ്ച് പട്ടാളക്കാർ ഒരുമിച്ച് വന്ന് തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി മാതാവിനോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവ് ആദ്യമായി ദർശനം നൽകിയ സ്ഥലത്ത് ഗ്രോട്ടോയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന വിശുദ്ധ ബെർണദീത്തയുടെ തിരുരൂപവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊടും തണുപ്പിൽ കൈകൾ കോച്ചിപ്പിടിക്കുകയും കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ പുണ്യഭൂമി നൽകുന്ന ആത്മീയ ശാന്തത വളരെ വലുതാണ്.